ഉയ് വെയ്യേ പനിയുണ്ടോ? പനിക്കുണ്ടോ? ഒരു ദിവസം മുഴുവനും കിടന്നുറങ്ങായിരുന്നു, ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉയ് ഉയ് എന്തേ? നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ച് ഒരു കാര്യമില്ല. കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദിക്കും. എന്ത്? സംസാരിക്കണ്ട 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 സംസാരിക്കണ്ട. സാർ വെൽക്കം ബാക്ക്. അപ്പോൾ റോയിമോൾക്ക് വയ്യായിക ആയതുകൊണ്ട് തന്നെ കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രാവ് മുട്ടിട്ടുണ്ടായിരുന്നല്ലോ ബാൽക്കണിയിൽ, അപ്പോൾ അത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ റോസുവിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. റോസ് പിന്നെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, നമ്മൾ ഉംറയ്ക്ക് പോയതുകൊണ്ട് ആ സമയത്തായിരുന്നു എക്സാമൊക്കെ ഉണ്ടായിരുന്നു, നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എക്സാം മിസ്സായിട്ടുണ്ടായിരുന്നു. എന്നാലും മാമിനൊക്കെ കണ്ടു. റൂമിൾക്ക് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്ന ദിവസമാട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. 2-3 ദിവസം ഒന്നും തീരും വയ്ക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് റോസിൻ്റെ ക്ലാസ് ടീച്ചർ, ശ്രുതി മാമാണ്. അപ്പം റോസു എന്താ പറയുക, ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവാണെന്ന് പറയും, പക്ഷേ എക്സാം എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ അതൊക്കെ പറയുമായിരുന്നു മാം. റോസു പഠിക്കുന്നത് ഉമ്മൽക്വീനിൽ വൈസ് ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളാണ്. റീനു ഇവിടെ തന്നെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം +1 മാറിയിട്ടുണ്ട് കേട്ടോ, വേറെ സ്കൂളാണ്. പിന്നെ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിനെയും റോസിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി അവിടെ പോയപ്പോൾ. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാൻ കുറച്ച് കാർഗോ അയക്കാനുണ്ടായിരുന്നു. എനിക്ക് കുറേ ഗിഫ്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറേ മാസങ്ങൾക്ക് മുമ്പ് വന്ന ഗിഫ്റ്റ്സാണ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ട്രെൻഡിയോന്ന് വന്നിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാൻ അങ്ങനെയായിരുന്നു പ്രൊമോഷൻ രീതിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം ട്രെൻഡിയോന്നൊക്കെ നല്ലത് ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. പക്ഷേ ചിലതൊക്കെ എനിക്ക് പേഴ്സണലി ഡ്രസ്സ് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് അത്ര കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡ്രസ്സുകളൊന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും ആ ഒരു പെർഫെക്ഷൻ വന്നില്ല. പക്ഷേ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ്. അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനിത് കാർഗോ അയക്കാൻ വിചാരിക്കുന്നുണ്ട് നാട്ടിലോട്ട്, പുതിയ വീട്ടിലേക്കുള്ള പാത്രങ്ങളാക്കിയിട്ട് അവിടെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഇതെല്ലാം കൂടി വെച്ചിട്ട് ആകെ കൺജസ്റ്റഡ് ആവുന്നുണ്ട് പാത്രങ്ങളെല്ലാം കൂടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീട്ടിലോട്ടൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം ആ പാത്രം എനിക്ക് ഫസ്റ്റ് കാണിച്ച ആ ഒരു സെറ്റ് നല്ല അടിപൊളി സെറ്റാട്ടോ. പിന്നെ ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്സും അങ്ങനെയുള്ള സെറ്റാണ്. ഇതൊക്കെ നല്ല, ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റിനനുസരിച്ചുള്ള നല്ലൊരു എന്താ പറയുക, എവിടെയും കാണാത്ത കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാട്ടോ. ഞാൻ പിന്നെ ഇത് പ്രൊമോഷനായിട്ടല്ല കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്, ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. കാരണം പാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കുറേ ആൾക്കാർക്ക്. അപ്പോൾ ഞാനത് എന്തായാലും പാർസൽ ചെയ്യല്ലേ, മീൻസ് കാർഗോ അയക്കല്ലേ, അപ്പോൾ പിന്നെ നീ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മുമ്പ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് പാത്രങ്ങൾ കയ്യിൽ കിട്ടിയത് ഞാൻ എല്ലാം ഒന്നും തുറന്നു നോക്കിയിട്ടില്ല. കാരണം സ്റ്റോറീസ് ഇട്ടാൽ മതി ട്രെൻഡിയോളിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലും സ്റ്റോറീസായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സെറ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. കുറേ പാത്രങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒരു 2-3 സെറ്റും കൂടി ഉണ്ടായിരുന്നു പാത്രങ്ങളുടെ തന്നെ കേട്ടോ. അപ്പോൾ അത് ചിലതിന് ക്രാക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെൻഡിയോന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, നല്ലതല്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ താഴെ ഉണ്ടാവും അത് വാങ്ങിച്ചവരുടെ ഫീഡ്ബാക്സൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഏത് പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിലും. കാരണം നമുക്കിത് റിട്ടേൺ എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും, റിട്ടേണൊക്കെ ആയിട്ട് കൈ കിട്ടാൻ തന്നെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് പൊട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ ഇതൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് വേറെ ഒന്ന് വാങ്ങിച്ചത് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ഒന്ന് ക്രാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഇതും നല്ല ഉഷാറ് പാത്രങ്ങളാട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പും സോസറും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എനിക്കങ്ങനെ കളർഫുൾ കാണുമ്പം, പ്രത്യേകിച്ച് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ്.
അതായത് അവർ നമ്മളോട് കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇതൊക്കെ ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ചെറിയ കപ്പാണ്. നമുക്ക് ഇതൊക്കെ ഇത്ര മതി. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായ എല്ലാവരും ഒരുപാട് ചായ ഒന്നും കുടിക്കില്ലല്ലോ. അപ്പം അത്രയൊക്കെ മതി ചായ ഗസ്റ്റിനൊക്കെ കൊടുക്കാനുള്ളത് അല്ലേ. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്കല്ലേ ചിലവരൊക്കെ ചായ അടിക്കുള്ളൂ. അപ്പം ഇത് ഇത് ബെഡ് സ്പ്രെഡ്, പിന്നെ കംഫർട്ട് സെറ്റ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പല ക്വാളിറ്റീൻ്റെ ഉണ്ട്. ഞാനിപ്പം ഇതിൽ ഒരു 2 എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാൻ ഇതിൽ കാണിച്ചതൊക്കെ നല്ലതാണ്. കാണിക്കാത്തത് മീൻസ് ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോഴും ഭയങ്കര ഓഫറിൽ വാങ്ങിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിനൊക്കെ റേറ്റ് ഉണ്ട്. ഞാൻ റേറ്റ് ഉള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റേറ്റ് കുറവും ഓഫറൊക്കെ കാണുമ്പം എങ്ങനെയായാലും ക്ലോത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബെഡ് സ്പ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റിയും കുറയും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര, ചായപ്പൊടി, പാൽപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന പാത്രങ്ങൾ, അങ്ങനെ കിച്ചൺ ഐറ്റംസ്. അപ്പം ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ കേട്ടോ. അത്യാവശ്യം ലിഡൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ ഫീഡ്ബാക്ക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റിവ്യൂസ് ഉണ്ടാവും. ആരെങ്കിലും യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ചിലതൊക്കെ ഒട്ടും തന്നെ റിവ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അത് വാങ്ങിക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ 4 or 5 റിവ്യൂ ഒക്കെ ഉള്ള സ്റ്റാർസൊക്കെ ഉള്ളത് മാത്രം വാങ്ങിക്കേട്ടോ. ഓക്കെ. പിന്നെ ഇതും കപ്പും സോസറും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള കാണാനൊക്കെ. അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട് കേട്ടോ കപ്പും സോസറിൽ. ഇത് എല്ലതും കപ്പ് ചെറിയ കപ്പാണ്. പക്ഷെ നമുക്ക് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പിൽ ചായ പാകത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ചായ കൊള്ളുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പിൽ. കാണുമ്പോൾ ഒരു കുഞ്ഞു കപ്പാണ്, നല്ല ക്യൂട്ടാണ് സംഭവം. പിന്നെ ഐഷാസ് മോഡസ്റ്റിലെ ഈ ഒരു ഡ്രസ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. കുറേ എൻക്വയറി വന്ന് കുറേ ആൾക്കാർ വാങ്ങിച്ചൊരു ഡ്രസ്സായിട്ടത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ അതേപോലത്തെ 2 സെറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ആ മോഡലിലുണ്ട്. ഓക്കെ, ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ കാണിച്ച മോഡൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കാർഗോ അയക്കാനുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അൽ ഉസൂദ് കാർഗോയിലോട്ട് തന്നെയാണ് പോകുന്നത്, ദുബായിലാണ്. അപ്പോൾ ഞാൻ മുമ്പും ഇവരുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ കിട്ടില്ല ഓഫറുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഓഫർ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അയക്കുവാണ്. കാരണം നെക്സ്റ്റ് ഇയർ ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ് വിചാരിക്കുന്നുണ്ട്. അപ്പം കുറേ പ്ലാൻസ് ഉണ്ട്. ഒക്കെ ഞാൻ ഇൻഷാല്ല വഴിയേ പറയാം കേട്ടോ. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. എവിടെയും കിട്ടാത്തൊരു ഓഫർ, അതായത് 1 kgക്ക് 1 ദിറംസ് എന്ന നിരക്കിൽ നിങ്ങൾക്ക് ജംബോ ബോക്സ് നാട്ടിലേക്ക് അയക്കാം. ഇപ്പോൾ ഹൗസ് വാമിങ്ങിനായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്കും അല്ലെങ്കിൽ 2 വർഷത്തിന് മുകളിൽ റെസിഡൻറ്റ് വിസ, ഇവിടെ UAE റെസിഡൻറ്റ് വിസയിൽ താമസിക്കുന്നവർക്കൊക്കെ നാട്ടിലേക്ക് ഒഴിവാക്കി പോകുന്ന സമയത്ത്, അതായത് ഞങ്ങളൊക്കെ നാട്ടിലേക്ക് ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഞങ്ങളിവിടെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ഇപ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV, സോഫ, അങ്ങനെയുള്ള ബെഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലാണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഈ ജംബോ ബോക്സിൽ അയക്കാം. ഓക്കെ, അപ്പം അതിൽ വെയ്റ്റ് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ, കൂടാണ്ട് 1 kgക്ക് 1 ദിറംസ് എന്ന നിരക്കിലാണ് ഇപ്പം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഓഫറാണ്. അപ്പം ഒഴിവാക്കി പോകുന്നവർക്കും അതുപോലെ വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിനായിട്ട് ഇവിടുന്ന് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ ഒരു ഓഫർ അടിപൊളിയായിരിക്കും കേട്ടോ. മിക്ക ആൾക്കാരും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒഴിവാക്കി പോകുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പം ചിലതൊക്കെ വേസ്റ്റ് ആക്കിയിട്ട് വിടും. പക്ഷേ 1 kgക്ക് 1 ദിറംസ് എന്ന നിരക്കിലാവുമ്പോൾ നമ്മൾ നല്ല സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നാട്ടിലെത്തിക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ആവശ്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യട്ടെ. ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഇവരുടെ അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഇനി ഒരുപാട് സാധനങ്ങൾ അയക്കാണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ജംബോ ബോക്സിൻ്റെ കാര്യം മറക്കണ്ട. 1 kgക്ക് 1 ദിറംസ് എന്ന നിരക്കിൽ വീട്ടുപകരണങ്ങളാട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാർഗോ സർവീസ് വേണ്ടവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് നമ്പർ കൊടുക്കാം. ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷാർജ മുവൈഡയിലുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെ കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ സീസൺ 4 ജഡ്ജ്മെൻറ്റിനായിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്.
വേറെയും 2 ജഡ്ജസ് ഉണ്ടായിരുന്നു. 2 പേരും കേക്കിലും മാസ്റ്റേഴ്സാട്ടോ, കേക്ക് ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഒരാൾ ഫിലിപ്പൈൻസിൽ നിന്നും ഒരാൾ ശ്രീലങ്കയിൽ നിന്നാണ് ജഡ്ജസ് ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയെന്ന്. അതായത് ഷെഫ് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്, ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഇത് നിഷ ആങ്കറാണ്. Requesting all the contestants to kindly join here and please sit down as soon as possible. Know her because she is from Kerala. My place, I'm proud to say that. And നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് what a person, what a housewife can do from home എന്നുള്ളത് അല്ലേ. And she proved that we can do a lot of things as a housewife and she has really proved it. She is a food blogger, she is a food blogger and she is a YouTuber with millions of followers, and I'm proud to say that almost all, almost everyone here might be following her. I'm privileged to invite her onto the stage, inviting Miss Aisha from Aisha's Kitchen, inviting her onto the stage with a huge round of applause. That wasn't huge, to be honest. Please, ladies and gentlemen, a huge round of applause to her. Thank you so much, Judge. ഈ ഒരു കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷന് ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 20 പേർക്കാണ് ലൈവായിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പം ഓൾറെഡി 20 പേരും വിന്നേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 20 പേര് വന്നിട്ടില്ല, 18 പേരാണ് വന്നിട്ടുള്ളത്, 2 പേര് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബേസ് കേക്ക് ഉണ്ടല്ലോ, അത് അവർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാം. ബാക്കി ഉള്ള എന്താ പറയുക ഡെക്കറേഷൻസും കാര്യങ്ങളും എന്ത് തീമാണ്, എന്താ പറയുക ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാർക്സ് വരുന്നത് കേട്ടോ. ടെക്നിക്സിലും തീമിലൊക്കെയാണ്, അതുപോലെ ടേസ്റ്റ്, ഫ്ലേവർ, അതിലൊക്കെയാണ് മാർക്സ് കൊടുക്കുന്നത്. പിന്നെ എല്ലാം കൂടി ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കൽ നടക്കില്ലല്ലോ. ബേസ് കേക്ക് എന്തായാലും ക്രം കോട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പൂരം വൈബ് അവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് for you to enjoy. അതേപോലെ തന്നെ നാട്ടിലെ ഉത്സവ പറമ്പുകളിൽ കാണുന്ന കുറച്ചധികം കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. And contestants, are you ready to go? Yes? There are a huge round of applause to all the contestants. Please encourage them. Let them start with a cake making competition and we will be having some fun here. As I mentioned, whoever saying the answer, whoever right answer will be receiving which gift should I give first? This one? Okay, your turn. Thank you. ശരിക്കും കേക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അതൊരു ആർട്ടിസ്റ്റിക് മൈൻഡുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല, നല്ല ക്ഷമയും വേണം. ശരിക്കും ഇവിടെ വന്നിട്ടുള്ള 18 പേരും നല്ല അടിപൊളിയായിട്ട്, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാ ടേസ്റ്റും ഒന്നിനൊന്നും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആർക്ക് മാർക്ക് കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവേഴ്സിലും ആ ഒരു തീമിലും ആ ഒരു കോൺസെപ്റ്റിലും എന്താ പറയുക, അപ്പിയറൻസ് വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്തായാലും കൊടുക്കണമല്ലോ, ആ ഒരു ബേസിസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാർട്ടിസിപ്പൻസിന് 1.5 hours ആണ് ഈ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ക്രീമൊക്കെ അവർ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇവിടെ നിന്ന് തന്നെ, ഫോണ്ടൻറ്റ് വർക്ക്സ് ഉള്ളവർക്ക് ഫോണ്ടൻ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതാണ് പൂരം വൈബ്. ഇവിടെ സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ പൂരത്തിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൊരു പൂരത്തിന് പോയ ഒരു ഫീലാണ് നമുക്കിവിടെ വന്നാൽ ഉണ്ടാവുക. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ റൂഹിയും റോസൊക്കെ അവിടെ കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മാവിൻ്റെ മോനും വൈഫും പിന്നെ എൻ്റെ മൂത്ത അമ്മാവിൻ്റെ മോനും ഇപ്പം വിസിറ്റിങ്ങിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മൂത്ത അമ്മാവിൻ്റെ മോന് റാഷി. അപ്പോൾ ആളും ഇതാണ് റാഷി കേട്ടോ. അപ്പോൾ ആളൊക്കെ അധികം കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ വീഡിയോസിൽ, ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ്. അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പോയി കേട്ടോ. പിന്നെ ഇക്ക പള്ളി പോയതായിരുന്നു. ഇക്ക പിന്നെ അപ്പോഴേക്കും വന്നു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വീണ്ടും ജഡ്ജ്മെൻറ്റിനായിട്ട് പോവുകയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നല്ല തകൃതമായിട്ട് കേക്ക് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ചെന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും. ആ ഒരു ഫൈനൽ ലുക്ക്, ഫൈനൽ അപ്പിയറൻസിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോ കേക്കും നല്ല വ്യത്യസ്തമായിട്ടുള്ള കേക്കുകളായിരുന്നു. ഫ്ലേവേഴ്സിലാണെങ്കിലും ടേസ്റ്റിലാണെങ്കിലും ചിലത് ഭയങ്കര മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര മോയിസ്റ്റ് കേക്കാണ് ഇഷ്ടം കേട്ടോ. ചിലത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലായിരുന്നു കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഫ്ലേവേഴ്സിലായിരുന്നു. പിന്നെ പല ക്രൈറ്റീരിയാസ് ഉണ്ട് കേക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നല്ല മോയിസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാർക്ക് കൊടുക്കണം എന്നില്ല. എന്താ പറയുക, കേക്ക് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അത് അതേപോലെ നിൽക്കുന്നതൊക്കെയാണ് അത്രേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ, എന്നാലും നമുക്ക് ആ മോയിസ്റ്റ് കേക്ക്, എനിക്ക് ഭയങ്കര വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനത്തെ കുറേ കേക്കുകൾ ഞാനിവിടെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു, അതാണ് രസം. നല്ല നമ്മൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു കേക്ക്. അങ്ങനത്തെ ഒക്കെ കുറേ കേക്കുകൾ ടേസ്റ്റ് ചെയ്യാം. ഒരു കേക്കിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ അപ്പിയറൻസ് വൈസ് ആണെങ്കിലും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, ആ ഒരു കോൺസെപ്റ്റ്, തീം, കളേഴ്സ്, അതൊക്കെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ്. മലയാളിയാണോ? എവിടുന്നാ? തൃശ്ശൂർ. ഇവിടെ എന്ത് ഫ്ലേവർ കേക്കാണ്? ക്രിസ്മസ് തീം തന്നെയാ ചെയ്ത്? വിന്റർ തീം. കുഴപ്പമില്ല. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് നമ്പർ 2. ഹായ്, യുവർ നെയിം? പേരെന്താ? രമ്യ. നാട്ടിലെവിടാ? ഇവിടെ എവിടെ താമസം? ടെൻഷൻ ഉണ്ടല്ലേ? എന്ത് തീമാണ് ചെയ്തത്? എന്ത് തീം കേക്കാണ് ചെയ്തത്? അങ്ങനത്തെ ഒരു തീം. Pistachio, all the cake, you are the one do it, right? You did. Instead of filling, it's a pistachio. Outside a chocolate. Ready to test it? Buttercream or fresh cream? No, fresh cream. Fresh cream, all fresh cream cake. Right. So All the very best. Milky Spanish cake. How you make a milky Spanish cake? What the sponge? Vanilla sponge. You do it yourself? Everything from done you, right? പേര്? Nice. സാലിഹ. എവിടെ നാട്ടില്? ഇവിടെ? ഇവിടെ? ക്രിസ്മസ് തീമാണ് അല്ലേ? തീം ക്രിസ്മസ് തീം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. മിൽക്കി സ്പാനിഷ് കേക്ക് ആണ് അല്ലേ? നന്നായിട്ടുണ്ട്. So you have a cake shop? Or you doing? And time up! Making cake. Time up, guys. So, well, what sponge you using? Chocolate sponge. Time up. Please make sure that Chocolate your sponge hands with are Ferrero off Rocher from the flavor cake. and chocolate ganache. How you do the chocolate sponge? Is scratch No more recipe or you buy a packet? Preparations, nothing. Please. From scratch recipe. Okay. Hands up, This is please. number 4, right? യുവർ നെയിം? ഷിഫ. ഷിഫ ബേക്സ് ഇവിടെ ഉണ്ട്. Vanilla, Number blueberry 5. filling. All these cakes and the bakers will, It's a you know, vanilla cake with a blueberry filling and like white chocolate filling. all of these I want to try ladies to convey some concept. really need a huge round of applause and they really deserve a huge round of applause. Please, a huge round of applause to all the contestants, please. We want to Thank you. As you can see, all the go cakes green are and blue. beautiful. That is, And this is I I'm can trying see to all say these the native animations, concept, and how this is they our do it. flat concept. So, So all the very best to all the they can grow plants. contestants. That's what I want. That's your cake This thing, is right? edible mousse. How you do the micro sponge? It's edible mousse, sir. I have taken one egg. I have taken 1 tablespoon of honey, and I had mixed 1 tablespoon of sugar. Then I added 3 tablespoon of maida, 1 tablespoon of baking powder. I microwave You it for put 1 minute. doesn't be calling the micro sponge. Yeah. Your good name, please? Anita. I am from India. നാട്ടില് ഞാൻ What is the base? All the very best. Vanilla and chocolate cake, right? Its filling is with strawberry compote Okay. and hazelnut and Hazelnut. Nutella. Okay. Let's go. Hi, Ronis. നാട്ടിലെവിടാ? Kasaragod. Inside the buttercream or filling hazelnut filling with chocolate whipped cream. Right, we will taste it. Taste it is important. ഇത് ക്രിസ്മസ് തീമിലാണ് How is വരുന്നല്ലേ?
So what about you? The carrot? Okay, I asked you carrot and dates cream. Inside cream cheese and walnut. Walnut cream. Okay, carrot. I said you buy a sponge from the Lulu, no carrot cake? No. No, just joke. We will take it. So you do the carrot cake sponge. Okay, I like carrot cake. Why I have to try it. പേര് പറ. ഫെമിന. നാട്ടില് തൃശ്ശൂർ. ഓൾ ദ വെരി ബെസ്റ്റ്. Yeah, look nice. What's your cake flavor? Strawberry biscuit. The Okay. basic one, the bottom layer is strawberry biscuit, and the top one is orange chocolate. പേര് Plus name. തസ്നീം. നാട്ടില് Thrissur. തൃശ്ശൂർ. The entire area decorated as like Tangy flavored cake. Okay. I use the passion fruit, blueberry and orange. Okay. I use the passion fruit and orange cake. What is the sponge? White. One is orange base, one orange, one is blueberry base. Your name? Fasila. ഫസീല. എവിടെ നാട്ടില്? തലശ്ശേരി. ഷഹാന. നാട്ടിലെവിടെ? ഷാർജയിലേക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ Strawberry truffle cake. From where you get the truffle? What the truffle means what? White chocolate ganache, filling in layer, So make sure that and fresh strawberry you filling. inform all your friends and cousins Okay, who are looks great. We residing will in try. Ras Al Taste Khaimah. it, okay? I'm from India, Kolkata. കൊൽക്കത്ത. Explain about this. How you do this one? Just quick. Made this with the isomer. Yeah. This is with the wafer paper. This with the fondant. This is the cake pop, and the top is with the Oreo biscuits and the top and the chocolate. Yeah. And this is with the isomer fully, and this is also wafer paper. I've given the winter theme. Yeah. So And you. this is the Christmas tree, which is made with the ice cream cone Yeah. and covered with the cake. Okay, we will taste it. ഓൾ ദ വെരി ബെസ്റ്റ്. She's the one finishing the half an hour. I will see the cake. How this one? പേര് Okay, പറ. taste nice. സെറീന. നാട്ടിലെവിടെ? This is a rasmalai. കാസർഗോഡ്. You make the rasmalai or you buy outside? We drink the rasmalai. Okay, we will have what sponge? You make the vanilla sponge. You all the cake you are the one do it, right? Okay. Then I take this one. So we will taste it time. പേരെന്താ? Afifa. അഫീഫ. നാട്ടിലെവിടാ? Naki Kannur. കണ്ണൂർ. Yes. Everything is homemade. All homemade, huh? So what is the base inside here cake? This is a lotus biscuit. Lotus biscuit cake. Okay. I saw the recipe. You have any recipe now? You uncle. I'll keep it this one, right? Your good Okay. name? Good luck. Ainun Zaria. Ainun Zaria. I think your from first where? time. this? Chennai. ചെന്നൈ. Sir? Your first time? Yes, sir. Okay. ഓൾ ദ വെരി ബെസ്റ്റ്. Hi, ഹായ്. madam. This looks nice. Great. Mosina. മോശം. What is the cake inside? Not Pistachio cream. Yeah. നാട്ടിൽ എവിടാ? Natil Ernakulam. Enough time to make. This is my Right. first time. No problem. Merry പേര്? Christmas. പേര് സജ്ന. എവിടെ നാട്ടില്? നാട്ടിൽ കണ്ണൂർ. Yeah. ക്രിസ്മസ് തീമാണ് അല്ലേ? Yeah. We need to. Outside, no touch edible, no? Outside, all edible. Edible. Yeah. things. Yeah. Kunafa Okay. and pistachio kunafa, Oh. raspberry strawberry combo. So we will see when we taste it. All things we can come on now. Okay. We will cut it and we'll come Sure, back. sure. We'll cut it from this one. യുവർ നെയിം? So what about your pistachio cake? എവിടെ നാട്ടിലെവിടാ? വയനാട്. വയനാട്. ഇതും ക്രിസ്മസ് തീമിലാ ചെയ്ത്. Yeah. ക്രീമർ Okay. പിസ്റ്റാഷ്യോ കേക്ക്. What is the sponge? Pistachio sponge or vanilla sponge? Chocolate sponge. Chocolate. Pistachio chocolate. I'm Fatima Nasrina from Sri Lanka. ശ്രീലങ്ക? Yeah. Oh, fine. Okay. So this cake is, the outer layer is covered by buttercream, and I have painted with the buttercream. Okay. Along with, you can find a very unique and tastier inside the filling, kind of like a chocolate, voice chocolate cake laid on. Okay. Put the number and thing. Thank you. Sorry, അടുത്തത് കേക്ക്
കട്ടിങ് ടൈമാണ്. അപ്പോൾ ഓരോ കേക്കിന്നും ഒരു സ്ലൈസ് കട്ട് ചെയ്തിട്ട് ഷെഫ് അവരുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഓരോ സ്ലൈസും നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് എല്ലാം കൂടി വെച്ചിട്ട് നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരുടെയും ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ കേക്ക് കാണുമ്പോഴേ നമുക്കറിയാം അത്രയും എഫേർട്ട് ഉണ്ട് ഓരോ കേക്കിനും പുറകെ. അപ്പോൾ അവർക്കൊരു സന്തോഷമാവട്ടെ വിചാരിച്ചിട്ട് എല്ലാവരുടെയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലെങ്തി ആവും നമ്മുടെ വീഡിയോ, എന്നാലും വേണ്ടിയില്ല എല്ലാവരുടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓരോ സ്ലൈസ് കേക്കും നമ്മളിതുപോലെ പ്ലേറ്റിലാക്കിയിട്ട് അതിൻ്റെ കൂടെ ആ നമ്പറും കൂടി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ചെസ്റ്റ് നമ്പർ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ആണ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് കേട്ടോ. ഇപ്പം ഇവിടെയുള്ള 2 ഷെഫ്മാർ തന്നെയായിരുന്നു ലാസ്റ്റ് ടൈമും ഇവിടുത്തെ കേക്ക് കോമ്പറ്റീഷനിൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനുണ്ടായിരുന്നില്ല. അപ്പം ഷെഫ്മാർ പറഞ്ഞത് ലാസ്റ്റ് ടൈമിനേക്കാളും ഇത്തവണ എല്ലാവരും നല്ല വെറൈറ്റി ആയിട്ടുള്ള കേക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്, ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും. പക്ഷെ നമുക്കിപ്പം 3 പൊസിഷൻസ് അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഒരു കോമ്പറ്റീഷനിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഷെഫ് പറഞ്ഞതാണ്. അതായത് നമ്മൾ ക്രീം ഒരുപാട് ചേർക്കരുത്. ചില കേക്ക്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ക്രീം ഓവറായിട്ട് നമുക്ക് കേക്കിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചില കേക്ക്സിന് അവർ ഓവറായിട്ട് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ അപ്പിയറൻസ് വൈസും കൂടി നോക്കണമല്ലോ, അങ്ങനെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ കേക്ക്സും കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മളങ്ങനെ നോക്കിയിട്ടാണ് മാർക്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ആ ഒരു ദിവസം എനിക്ക് പഠിക്കാൻ പറ്റി. ഷെഫിൻ്റെ അടുത്തുനിന്നും പഠിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മൾ വിന്നേഴ്സിനെ കണ്ടെത്തി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിലുള്ളവരെ കണ്ടെത്തി. ആക്ച്വലി നമ്മുടെ ഷെഫ്മാർ പറഞ്ഞത്, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ലാസ്റ്റ് ടൈമിനേക്കാളും ഇത്തവണ അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മൾ ഓവറായിട്ട് ക്രീം ചെയ്യരുതെന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊരു അവസ്ഥയായിരുന്നു. ടേസ്റ്റ് വൈസ് ആണെങ്കിലും അപ്പിയറൻസ് വൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സ് തമ്മിലുള്ള മാച്ചിങ് കൂടി നോക്കാണ്ട് ആഡ് ചെയ്യരുത്, അത് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞു. ചില കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ചില ഫ്ലേവേഴ്സ് വരുമ്പം ആ കേക്ക് മോശമായി പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. Ladies and gentlemen, she is the third prize winner, which is the second runner-up. Yes, here she is. Prestige AES Black Granite Coated Cookware 7-piece set and 500 dirhams worth gift voucher. Congratulations to our third prize winner. Going on to the second prize winner, and the second prize goes to 12 Umar Salma. Contestant number 12. A huge round of applause to her. She is from Dubai and she gets gift voucher sponsored by Safari. Congratulations for bagging the second prize. And the winner is contestant number 18, Sajina Shami. Congratulations. And the winner is here. She's from Sharjah Emirate. The winner is contestant number 18, Sajina Shami. A huge round of applause to her. To Sajina Shami. As our judges mentioned, all the cakes were fabulous and it was a very difficult, tough contest or competition. And she has bagged the first prize with Sajina Shami, contestant number 18. Congratulations to you. She gets a Toshiba convection microwave oven, stainless steel 42 liters, Molinex multifunction food processor 1000 watts, butterfly mixer grinder 750 watts, and 500 dirhams worth gift voucher. And we are moving on to the participation prizes. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ വിന്നേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള കൺഗ്രാറ്റ്സ് കേട്ടോ. അതുപോലെ പാർട്ടിസിപ്പേഷൻ പ്രൈസസും ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും പ്രൈസും കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഫോട്ടോസ് എടുത്തു. പിന്നെ കുറേ ആൾക്കാർ പോയി അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഇതിൽ ഫോട്ടോ സെക്ഷൻ്റെ സമയത്ത്. 2 പേരെങ്ങാനും മിസ്സായിട്ടുണ്ട്. 18 പേരുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്, 2 പേരെ കാണാനില്ല. ഓക്കെ, എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ കുറേ നാളായിട്ട് അറിയുന്നൊരു ഫ്രണ്ട്, ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. 2-3 വർഷങ്ങളായിട്ട് അറിയുന്നൊരു ഫ്രണ്ട്. ഇതാ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. ഷാഫി എന്നാണ് പേര്. അവരുടെ വൈഫും മോനുമാണ് കൂടെ ഉള്ളത്. അപ്പം അവരുടെ കേസ് പറയുവാണെങ്കിൽ ഞങ്ങൾ മുംബൈയിൽ പോയപ്പം ഞങ്ങൾ റൂം ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അവരെ കൊണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. പിന്നെ എന്നെ ഈ ഒരു ഫംഗ്ഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരാണ്. അവരുടെ വൈഫും അവരുടെ ഉമ്മയായിട്ട്, വൈഫിൻ്റെ ഉമ്മയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഇവരൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെടാൻ പറ്റിയതിലും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, കുറേ ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും താങ്ക് യു എല്ലാവർക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.